ونعوذ بالله من شرور أنفسنا وسيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير وأشهد أن سيدنا وحبيبنا وإمامنا محمدا عبد الله ورسوله وصفيه من خلقه وخليله أدى الأمانة وبلغ الرسالة وجاهد في سبيل الله حق جهاده حتى أتاه اليقين تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وكل ضلالة في النار عباد الله أوصيكم ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സഹോദരന്മാരെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഓർക്കുന്നു. അല്ലാഹു നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഈമാൻ കാര്യങ്ങളിൽ ഒന്ന് അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ കിതാബുകളിൽ ഇന്ന് സുരക്ഷിതമായി നിലകൊള്ളുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഖുർആനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഉണ്ട് എന്ന് വിശ്വസിക്കലാണോ, ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കലാണോ, ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കലാണോ, ഖുർആൻ പ്രവചിച്ച കാര്യങ്ങൾ ശരിയായി സത്യമായി പുലരും എന്ന് വിശ്വസിക്കലാണോ? പരിശുദ്ധ ഖുർആനിലെ ഉത്ബോധനങ്ങളും താക്കീതുകളും കൽപ്പനകളും അംഗീകരിക്കുമ്പോഴാണ് ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കലാണ്. ഇതെല്ലാം ചേർന്നതാണ് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിൽ മുസ്ലിം അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ അതിന്റെ എല്ലാ ഘടകങ്ങളോടുമൊപ്പം അതിന്റെ എല്ലാ ചൈതന്യത്തോടും കൂടി വിശ്വസിക്കുന്നുവോ ആ സന്ദർഭത്തിൽ അവർക്ക് ഈ ലോകത്തെ ഐശ്വര്യമുണ്ടാകും. തീർച്ചയായും അല്ലാഹുവിന്റെ സമാനമായ സ്വർഗത്തിൽ അവർ അർഹരാകുകയും ചെയ്യും. പരലോകത്തെ കാര്യം അല്ലാഹു ഖുർആൻ
ഖുർആനിലൂടെ നമ്മൾ അറിയിച്ചത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തന്നതുകൊണ്ട് നാം അത് ദൃഢമായി വിശ്വസിക്കുന്നു. ഇഹലോകത്തെ കാര്യം നമുക്ക് അനുഭവേദ്യമാകുന്നു. ചരിത്രത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ അർത്ഥത്തിൽ നമുക്ക് ബോധ്യമാകുന്നു. ഈ ഒരു മുഖവരിയോടുകൂടി ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മുഅ്മിനുകളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, യഹൂദികളെയും നസ്രാനികളെയും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ നിങ്ങളുടെ രക്ഷാധികാരികളായി സ്വീകരിക്കാൻ പാടില്ല. അവരിൽ ചിലരുടെ അടുത്ത മിത്രങ്ങളാണ്, പരസ്പരം സഹകരിക്കുന്നവരും സഹായിക്കുന്നവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅദുഹും ഔലിയാഉ ബഅദ്, അവർ പരസ്പരം ഉറ്റ ചങ്ങാതിമാരാണ്, ഉറ്റ മിത്രങ്ങളാണ് എന്ന് പറയുന്നതിന് പ്രത്യേക പ്രസക്തിയുണ്ട്. കാരണം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും പരസ്പരം സഹകരിക്കാൻ പറ്റാൻ പാടില്ല ജൂതന്മാർ. കാരണം അവരെ വിശ്വാസം അനുസരിച്ച് അവരുടെ പ്രവാചകൻ യേശുവിനെ കുരിശിൽ തറച്ച് കൊന്നത് ജൂതന്മാരാണ്. തങ്ങളെ ഏറ്റവും അധികം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ദിവ്യത്വം കൽപ്പിക്കുക വരെ ചെയ്യുന്ന, ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കുന്ന, അവരെ വിശ്വാസത്തിൽ ദൈവമാണെന്ന് പോലും മനസ്സിലാക്കുന്ന യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊന്നവരാണ് ജൂതന്മാർ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കൂട്ടരെ സ്നേഹിക്കുമെന്നോ അവരെ മിത്രമാക്കുമെന്നോ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് സാധാരണഗതിയിൽ. അല്ലാഹു സത്യവിശ്വാസികളോട് പറയുകയാണ്, അവരിൽ ചിലരുടെ അടുത്ത മിത്രങ്ങളാണ്. നിങ്ങൾ അത് കണ്ടിട്ട് അവരുമായി ചങ്ങാത്തത്തിൽ പോകരുത് എന്നാണ് പറയുന്നത്. ഇനിയും അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തഖിദു ബിതാനതൻ മിൻ ദൂനികും, നിങ്ങളിൽ നിന്നുള്ളവരെ അല്ലാതെ ആത്മാർത്ഥ സഹായികളായി മിത്രങ്ങളായി ഭരിക്കാൻ പാടില്ല. ആ ആയത്തിന്റെ വിശദീകരണമായിട്ട് അവരുടെ സ്വഭാവം അല്ലാഹു പറയാം, വദ്ദൂ മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് അവരിഷ്ടപ്പെടുന്നു. അല്ലാഹു പറയാ, നിങ്ങൾ കഷ്ടപ്പെടുന്നത് അവരിഷ്ടപ്പെടുന്നു. അവരുടെ വായകളിൽ നിന്ന്, ചുണ്ടുകളിൽ നിന്ന് മുസ്ലിങ്ങളോടുള്ള വിദ്വേഷം വെളിവായിരിക്കുന്നു. അവരുടെ മനസ്സിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്നത് എത്രയോ വലുതാണ്. നാമിതാ നിങ്ങൾക്ക് സത്യവിശ്വാസികളെ, മുഅ്മിനുകളെ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച്, നിങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എങ്കിൽ. വീണ്ടും അല്ലാഹു പറയുന്നു, വലാ യസാലൂന യുഖാതിലൂനകും, ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഈ പറഞ്ഞ വിഭാഗങ്ങൾ നിങ്ങളോട് പോരാടിക്കൊണ്ടേയിരിക്കും. ഹത്താ യുറുദ്ദൂകും അൻ ദീനികും, നിങ്ങളുടെ ദീനിൽ നിന്ന് മടക്കുന്നത് വരെ, പിന്തിരിപ്പിക്കുന്നത് വരെ, നിങ്ങളുടെ ദീനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നത് വരെ. അവർക്ക് സാധിക്കുമെങ്കിൽ, അവർക്കെങ്ങാനും കഴിയുമെങ്കിൽ, അത് അല്ലാഹുവിന്റെ ഒരു പ്രത്യേകമായൊരു ആശയം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അവർക്ക് കഴിയുമെങ്കിൽ
ഒരു കഥ പറയുന്നത് പോലെ പറയുന്നതാണെന്ന് വിശ്വസിക്കരുത്. അല്ലെങ്കിൽ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി ഒരു താക്കീത് സ്വരത്തിൽ പറയുകയാണ്. അത് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഒരു നയം, ഒരു സമീപനം മുസ്ലിം സമൂഹം സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കണം. രണ്ടാമത് പറഞ്ഞതാണ് ശരി. ഇനി നിങ്ങൾ ഈ പറഞ്ഞതിന്റെ ആധുനികമായ കുറെ സാക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു വലിയ ഓറിയന്റലിസ്റ്റ് ഇസ്ലാമിനോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന പാശ്ചാത്യരുടെ ഗൂഢതന്ത്രങ്ങളെ വളരെ ആസൂത്രിതമായി കണ്ടെത്തുകയും അവരുടെ രേഖകളൊക്കെ കണ്ടെത്തുകയും അങ്ങനെ അത് അറബിയിൽ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഗ്ലാഡ്സ്റ്റൺ എന്ന് പറഞ്ഞ ഒരു ഓറിയന്റലിസ്റ്റ്, ഒരു പാശ്ചാത്യ ചിന്തകൻ പറയുകയാണ്, മാദാമ ഹാദൽ ഖുർആൻ മൗജൂദൻ ഫലൻ തസ്തതിയ ഔറൂബ അസ്സൈതറ അല ശം. ഈ ഖുർആൻ നിലവിലുള്ളിടത്തോളം കാലം യൂറോപ്പിന് പൗരസ്ത്യ ദേശത്തെ കീഴടക്കുക സാധ്യമല്ല. ഇനി ഫ്രഞ്ച് ഭരണാധികാരി അൾജീരിയയിൽ കുറെ കാലം ഫ്രഞ്ച് കോളനിയായിരുന്നു അൾജീരിയ. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 100% എന്ന് തന്നെ പറയാൻ മാത്രം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യം. ഫ്രഞ്ച് ആധിപത്യത്തിന്റെ 100ാം വാർഷികത്തിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണമാണ് യജിബു അൻ നുസീലൽ ഖുർആന അൽ അറബിയ്യ മിൻ വുജൂദിഹി. ഈ അറബിയിലുള്ള പരിശുദ്ധ ഖുർആൻ അവരിൽ നിന്ന് നാം നീക്കം ചെയ്യേണ്ടതുണ്ട്. വനഖ്തരി അൽ ലിസാൻ അൽ അറബിയ്യ മിൻ അൽസിനതിഹി. അവരുടെ സംസാരം അറബി ഭാഷയിലാകുന്നത് നമ്മൾ ഇല്ലാതാക്കേണ്ടതുണ്ട്. ഹത്താ നൻതസിറ അലൈഹി. അവർക്ക് നേരെ നമുക്ക് വിജയം വരിക്കണമെങ്കിൽ അങ്ങനെ ഇതിന്റെ ഭാഗമായി അൾജീരിയയിലുള്ള മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞ ഒരു 10 പെൺകുട്ടികളെ ഫ്രാൻസിൽ കൊണ്ടുവന്ന് അവിടെയുള്ള സ്കൂളിൽ ചേർത്ത് പ്രത്യേകമായ പരിശീലനങ്ങളും പ്രത്യേകമായ പഠന സൗകര്യങ്ങളും ഒക്കെ നൽകി പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് ഇങ്ങനെ വളർത്തി. ഫ്രഞ്ചുകാരെ പോലെ വസ്ത്രധാരണം ചെയ്യാനും ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളും ഉപേക്ഷിക്കാനും അങ്ങനെ അവർ തികഞ്ഞ ഒരു പാശ്ചാത്യരായി മാറി 10 വർഷം അവിടെ പഠിച്ചു. അങ്ങനെ 10 വർഷം കഴിഞ്ഞ് ഇവർക്ക് യാത്രകൾ നൽകുക. ഇത്തരം ആളുകളൊക്കെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുവിട്ടിട്ട് അവിടെയുള്ള മുസ്ലിങ്ങളുടെ മുമ്പിൽ ഈ വസ്ത്രധാരണ പാശ്ചാത്യ വേഷ സംവിധാനം നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിങ്ങനെ ചടങ്ങി നടക്കുന്നത് കാണുകയും അവർ വലിയ വലിയ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ആ നാട്ടിലെ മുസ്ലിങ്ങൾ ഈ പഴഞ്ചനാണെന്നും പിന്തിരിപ്പനാണെന്നും ശത്രുക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാമിക സംസ്കാരം ഉപേക്ഷിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവരെങ്ങനെ തയ്യാറാക്കുന്നത്. അങ്ങനെ യാത്രയപ്പിന്റെ സന്ദർഭത്തിൽ ആ വലിയ യാത്രയപ്പ് സമ്മേളനത്തിൽ ഈ 10 പെൺകുട്ടികളും കൂടി വരികയാണ്. ആ വരുന്നതിനെ സംബന്ധിച്ച് അതിശയത്തോടുകൂടി നമുക്ക് വായിക്കാം എന്താ സംഭവിച്ചത്. 11 വർഷം കഴിഞ്ഞു. മനോഹരമായ കൃത്യമായ ഒരു യാത്രയാണ്. എല്ലാവരും ഞെട്ടിപ്പോയി ഈ പെൺകുട്ടികൾ വന്നപ്പോൾ. പൂർണ്ണമായ ഇസ്ലാമിക വസ്ത്രധാരണം അതോടുകൂടി അങ്ങനെ അണിഞ്ഞുകൊണ്ടാണ് അവർ യാത്ര ലോകത്തിലേക്ക് വരുന്നത്. ഫ്രാൻസിലെ എല്ലാ പത്രങ്ങളും കോളിളക്കം സൃഷ്ടിക്കുന്ന
എഴുതുന്ന രൂപത്തിൽ വാർത്ത എഴുതി. മാതാ താഴത്ത് ഫറൻസാവിൽ ജസായും അൾജീരിയയെ കോളനിയാക്കി വെച്ച് അൾജീരിയയുടെ സംസ്കാരം മാറ്റാൻ ശ്രമിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ് ഈ മുസ്ലിങ്ങൾക്കെതിരെ ഫ്രാൻസിൽ ചെയ്യാൻ പറ്റിയത്? ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞു, മാതാ അസ്നാവോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാക്കാനും ഖുർആനും അഖ്വാമിൻ ഫറൻസ, ഖുർആൻ ഫ്രാൻസിനേക്കാൾ വലുതാണെങ്കിൽ ഇതാക്കാനും ഖുർആനും അഖ്വാമിൻ ഫറൻസ, ഖുർആൻ ഫ്രാൻസിനേക്കാൾ വലുതാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് ഇവരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നവർ മനസ്സിലായി. 1935 ലോകത്തെ മുഴുവൻ ക്രിസ്തീയ വൽക്കരിക്കണമെന്നും തീരുമാനിച്ചിട്ട് വലിയ ഭീമമായ സംഖ്യ ബഡ്ജറ്റ് വെച്ച് ലോകം മുഴുവൻ ക്രിസ്തീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു മിഷനറി സംഘത്തിന് രൂപം നൽകി. അതിന്റെ ഉത്തരവാദപ്പെട്ട ഒരു ജർമ്മൻ പാതിരി സാമുവൽ സ്വൈമർ അദ്ദേഹം പറയാണ്, ഇന്ന മുൻപത്തെ വിഷയത്തിലെത്തും. കുറെ പാതിരിമാരെയൊക്കെ വിളിച്ച സമ്മേളനത്തിൽ അദ്ദേഹം പറയാ, നിങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട ഈ മിഷൻ ചുമതല മുഹമ്മദിയ മുഹമ്മദിയൻ നാടുകളിൽ, മുസ്ലിം നാടുകളിൽ മുസ്ലിമീങ്ങളെ ക്രിസ്ത്യാനിസത്തിലേക്ക് കൊണ്ടുവരലല്ല, അത് അവർക്കുള്ള ഒരു ആദരവാകും. മറിച്ച് നിങ്ങളുടെ ഡ്യൂട്ടി ഇസ്ലാം, മുസ്ലിമിനെ ഇസ്ലാമിൽ നിന്ന് നിങ്ങൾ പുറത്തെടുക്കണം. അള്ളാഹുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സൃഷ്ടിയാക്കി അവരെ മാറ്റണം. അതിന്റെ ഫലമായി ജീവിതത്തിന്റെയും നിലനിൽപ്പിന്റെയും ആധാരമായ സദാചാര മൂല്യങ്ങളുമായി അവർ ബന്ധം വിച്ഛേദിക്കണം. അതുവഴി നിങ്ങൾക്ക് അവരെ കീഴടക്കുവാൻ സാധിക്കും. അതാണ് മുസ്ലിങ്ങളെ അവരുടെ ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന് പിഴുതെറിയുക. ഇതിന് വിദേശ രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ ജീവിക്കുന്നവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അവിടെ ഒന്നും തന്നെ ഒരു ഇസ്ലാമിക സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമല്ല നടക്കുന്നത്. ഒരുപാട് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ, ജാമിഅ അമേരിക്കയിൽ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികൾ, കുറെ ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനങ്ങൾ, അറബികൾ അതേപോലെ ചേർത്ത മക്കളെ, അങ്ങനെ അവർക്ക് മക്കനുണ്ടാവില്ല, പർദ്ദ ഉണ്ടാവില്ല, വേഷവിധാനം തനി പാശ്ചാത്യ വേഷവിധാനമായിരുന്നു. അവിടെ കുറച്ചു കാലം പഠിക്കുമ്പോഴേക്ക് ഒരത്യാവശ്യം ഇവരൊക്കെ പറ്റുമെന്ന് തോന്നുമ്പോൾ യൂറോപ്പ് അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് തികഞ്ഞ ഈ ആസ്തികത്വവും ഇസ്ലാമിക വിരുദ്ധതയും കുത്തി നിറച്ച് അതോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ ഉള്ളവരായിട്ട് അവരെ നാട്ടിലേക്ക് തിരിച്ചു വരും. ഒന്നുകിൽ അവർ ഭരണാധികാരികളാവും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില അധികാര കേന്ദ്രങ്ങളിലെ കടിഞ്ഞാൻ പിടിക്കുന്നവരായി മാറും. പിന്നെ ഇവരാണ് നാട് ഭരിക്കുക. ഏത് രാജ്യത്ത് നിങ്ങൾ നോക്കിക്കോളി, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭരണാധികാരികളെ ഓരോരുത്തരെടുത്ത് നോക്കിയാലും ഒന്നുകിൽ ബ്രിട്ടീഷ് സൈനിക സ്കൂളിൽ പഠിച്ചവർ, അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക സ്കൂളിൽ പഠിച്ചവർ, ഇവരെയൊക്കെ ഈ രൂപത്തിൽ ആക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ഇവർ ചെയ്യുന്നതിന് കാരണം കഴിഞ്ഞ പൊതുവയിൽ ഞാൻ പറഞ്ഞില്ലേ, കുരിശ് യുദ്ധത്തിൽ, നേരിട്ടുള്ള യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ മുമ്പിൽ ഇവർ പരാജയം, മുസ്ലിങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ടും ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരെ നിഷ്കാസനം ചെയ്തിട്ടും എല്ലാ ശ്രമവും നടത്തിയിട്ടും ഇവർക്ക് മുസ്ലിങ്ങളെയോ ഇസ്ലാമിനെയോ ഇല്ലാതെയാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ കണ്ടെത്തിയ ഏറ്റവും നല്ല മാർഗം അതാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ഇസ്ലാമിക കലാലയങ്ങളിൽ നിന്ന്
നല്ല ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള പണ്ഡിതന്മാർ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ഒരു വിലയുണ്ടാവില്ല. അവർക്ക് യാതൊരു വിലയുണ്ടാവില്ല. അവർക്ക് തുച്ഛമായ ശമ്പളമായി. അതിശയം തോന്നുന്ന അതിൻ്റെ കാര്യമായിരുന്നു നമ്മുടെ നാട്ടിൽ അറബിക് കോളേജുകളിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർക്ക് LP സ്കൂളിലെ അധ്യാപകന്റെ സാലറി കരുതി കഴിഞ്ഞ കൊല്ലം വരെ. കാരണം അവർക്ക് അതിന് അർഹതണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരന്റെ ആ സംസ്കാരം അവർ പോയപ്പോൾ നമ്മുടെ നാട്ടിൽ അവശേഷിപ്പിച്ചതാണ്. ഇസ്ലാമ ദീന് ഇതെന്ന് പറയുന്നത് ഒരു നിലയിൽ വരില്ല. ബാംഗ്ലൂരിൽ നിങ്ങൾ പോയാൽ, മദ്രാസിൽ നിങ്ങൾ പോയാൽ, ആ സിറ്റിയുടെ കണ്ണായ പ്രദേശങ്ങളിൽ മുഴുവനും വിശാലമായ ഏക്കറുകൾ കണക്കിന് ക്രിസ്തീയ മഠങ്ങളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ജനങ്ങൾ ഒരുപക്ഷെ മുസ്ലിങ്ങളായിരിക്കും കൂടുതൽ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിൽ അത്ഭുതമില്ല, കാരണം അവിടെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്. വേറെ നാടുകളിൽ, അറബ് മുസ്ലിം നാടുകളിൽ ചെന്ന് നോക്കിയാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഒരു അറബ് വിദേശ യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ് ഞാൻ. എന്റെ കൂടെ ആ നാട്ടുകാരായിട്ട് 4 ആളാണ്ടായിരുന്നു. ശരിയ വിഷയം പഠിക്കാൻ 4 പേര്. അതേസമയം അവർ മീഡിയയിലും അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷനിലും അത്തരം കോഴ്സുകളൊക്കെ പഠിക്കാൻ ഭയങ്കരമായ തിരക്കാണ്. ക്യൂ നിൽക്കലാണ് ആളുകളെ അങ്ങനെയാക്കി മാറ്റി. ഇസ്ലാമിനെ പറ്റിയോ ഖുർആനെ പറ്റിയോ ചിന്തിക്കുന്ന ഒരു തലമുറ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ മഹാന്മാരായ ചില പണ്ഡിതന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. മഹാനായ ഇമാം സയ്യിദ് റഷീദ് റിള, അദ്ദേഹത്തെ പോലുള്ള അവിടുന്ന് ഇങ്ങോട്ട് വന്ന വലിയ വലിയ പണ്ഡിതന്മാർ ഇത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അവരുടെ തഫ്സീറുകളിലും പ്രത്യേക ഗ്രന്ഥങ്ങളിലും ഒക്കെ എഴുതിയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇവരുടെ പക, ഈ യൂറോപ്പിന്റെ ഇസ്ലാമിനോടുള്ള പക, അതിന്റെ ഭാഗമായി പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം അതിനില്ലാതെയാണ്. പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സർവകലാശാലകളിൽ ജിഹാദിന്റെ ആയത്തുകളൊക്കെ എടുത്തു മാറ്റി. കാരണം ഈ സിലബസ് ഉണ്ടാക്കുന്നത് മറ്റവരാണ്. ഈ രൂപത്തിൽ ഒരു രാജ്യത്തെ, ഒരു നാട്ടിനെ, ഒരു സമൂഹത്തെ മൊത്തം ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഒരു തലമുറയാക്കി മാറ്റി. ഒരുവിധം ഭരണാധികാരികളൊക്കെ യാത്ര പോകുമ്പോൾ നമ്മൾ നോക്കിയാൽ അവരുടെ ഭാര്യമാരൊക്കെ വിദേശ വനിതകളാണ്, യൂറോപ്യന്മാരാണ്. അവിടെ ജീവിച്ചവരും വളർന്നവരും എന്തിനധികം ചിലപ്പോൾ അവർ അറബ് രാജ്യവുമായി ഒരു ബന്ധവുമില്ലാത്തവരുമാണ്, സ്വന്തം ഭാര്യമാരായി. പിന്നെ അവരിൽ ഉണ്ടാകുന്ന മക്കൾ എങ്ങനെയായിരിക്കും? ഈ മക്കൾ തലമുറയായി ആ നാടിന്റെ ഭരണാധികാരികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പൊളിക്കുന്നതിന് മുമ്പാണ്, ഈ ഒരു സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് അവർ ശരി രക്ഷപായശലവർ ഹദീസിൽ പറഞ്ഞിരിക്കുന്നു, ഇസ്ലാമിന്റെ വലിപ്പമായ പാശം അതിങ്ങനെ കഷ്ണമായി വിച്ഛേദിക്കപ്പെടും. അതിലൊന്നാമത്തത് ഹുക്മായി ഖിലാഫത്ത്. ആദ്യം സംഭവിച്ചതാണ് ഖിലാഫത്തിന്റെ തകർച്ച സംഭവിച്ചത് 1ാം ലോക മഹായുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആസ്ഥാനം തുർക്കി എന്ന് പറയുന്ന ആ യൂറോപ്പിന്റെയും ഏഷ്യയുടെയും മധ്യത്തിൽ കിടക്കുന്ന ആ നാട്, ആ തുർക്കിയിൽ മുസ്ലിങ്ങൾ എത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ബാക്കിപത്രമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തുർക്കിയിൽ അത് നിങ്ങൾക്ക് ചെല്ലുമ്പോൾ ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ എഴുതിച്ച കാണാം, മുഹമ്മദുൽ ഫാത്തിഹ്. തുർക്കി ഖിലാഫത്ത് അത് എവിടെ വരെ നീണ്ടുകൊണ്ട് ചോദിച്ചാൽ ഭൂപടം ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഇതൊക്കെ ഇസ്ലാമിന്റെ കീഴിലുള്ളതല്ലായിരുന്നോ എന്ന് നമുക്ക് അതിശയം തോന്നും. ഒരൊറ്റ ഭരണാധികാരി, ഒരൊറ്റ ഖലീഫ, അദ്ദേഹത്തിന്റെ കീഴിൽ തുർക്കിയിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ അത് മൊറോക്കോ വരെ നീണ്ടു കിടക്കുന്ന സാമ്രാജ്യം. ഇങ്ങോട്ട് നോക്കിയാൽ, കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യയുടെ നേരെ ഭാഗം വരെ നീണ്ടു കിടക്കുന്ന ഭാഗം. മേലോട്ടേക്ക് നോക്കിയാൽ, വടക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ സോവിയറ്റ് യൂണിയന്റെ ഒരുപാട് രാജ്യങ്ങൾ, കീഴുണ്ടായിരുന്ന ഒരുപാട് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മുസ്ലിങ്ങളുടെ ആ ഭാഗങ്ങൾ. യൂറോപ്പിൽ ബോസ്നിയ, അൽബേനിയ തുടങ്ങിയ നാടുകളൊക്കെയും ഇസ്ലാമിന്റെ
തുർക്കി ഖിലാഫത്തിന്റെ കീഴിലേക്ക് വന്നത് അവശ്യത്തോട് കാണാൻ സാധിക്കും. ബോസ്നിയ, അൽബേനിയ എന്നൊക്കെ പറഞ്ഞ യൂറോപ്പിലുള്ള രാജ്യങ്ങളാണ്. ഇതിലെല്ലാം ഭരിക്കുന്നത് ഒരൊറ്റ ഭരണാധികാരി. അദ്ദേഹം പറഞ്ഞു, ഒരു പാസ്പോർട്ടോ ഒരു ടിക്കറ്റോ ഒന്നുമില്ലാതെ ഈ ലോകത്ത് എല്ലാ സ്ഥലത്തുമുള്ള മുസ്ലിമിന് മക്കയിലും മദീനയിലും പോകണം, ഹജ്ജും ഉംറയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് റെയിൽവേ ഉണ്ടാകണം. അങ്ങനെ അദ്ദേഹം തുർക്കിയിൽ നിന്ന് ആരംഭിച്ച് സുൽത്താൻ അബ്ദുൽ ഹമീദ് തുർക്കിയിൽ നിന്നൊരു റെയിൽ പാത അത് മദീനയിൽ ചെന്ന് അവസാനിക്കണം. അങ്ങനെ അത് മുഴുവൻ മുസ്ലിം രാജ്യങ്ങളുമായി ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ഇതുമായി ബന്ധിപ്പിക്കുന്ന രൂപത്തിൽ ആക്കി തീർക്കണം. ഇന്ന് മദീനയിൽ ചെന്ന് നോക്കിയാൽ ഹിജാസ് റെയിൽവേ എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിയം പോലെ, ഒരു പുരാവസ്തു പോലെ ഒരു റെയിൽ പാതയും അവിടെ ഒരു പഴയ റെയിൽവേയും ഒരു കുറെ പഴയ ട്രെയിനുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതെങ്ങാനും പൂർത്തിയായാൽ ഒരു മനുഷ്യ ശരീരത്തിലെ നരമ്പുകൾ, ശിരകൾ തലച്ചോറുമായി ഹൃദയവുമായി ബന്ധിപ്പിക്കുന്നത് പോലെ ലോകത്ത് പടർന്നു കിടക്കുന്ന മുസ്ലിം സമൂഹം ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഒന്നാകെ ബന്ധിപ്പിക്കുന്ന, അതിന്റെ കേന്ദ്രമായ ഖിലാഫത്തുമായി ബന്ധിപ്പിക്കുന്ന, അവരുടെ ഖിബലയായ മക്കയും അവരുടെ ഏറ്റവും പുണ്യ പ്രവാചകന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയായ മദീനയുമൊക്കെയായി ബന്ധിപ്പിക്കുന്ന ഒരു ബലിഷ്ഠമായ ഒരു ചരട് റെയിൽവേ ആയിട്ട് അവിടെ ഉണ്ടാവും. സാമ്രാജ്യത്വ ശക്തികൾ അത് പൊളിച്ചു. എങ്ങനെയാണ് പൊളിച്ചത്? അറബികളോട് പറഞ്ഞു, തുർക്കികൾ നിങ്ങളെ ഭരിക്കാനെന്താ? നിങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ ഖിലാഫത്തിന്റെ അർഹത. തുർക്കികളുടെ കീഴിൽ നിൽക്കണം നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഖിലാഫത്ത് തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളാണ് ചെയ്യേണ്ടത്. ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ബ്രിട്ടനും ഫ്രാൻസും തുടങ്ങിയ സഖ്യകക്ഷികൾക്ക് മുസ്ലിം ലോകത്തിന്റെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട്, അറബികളുടെ പിന്തുണ കിട്ടാൻ വേണ്ടി അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, തുർക്കിക്കെതിരെ നിങ്ങൾ നിലനിൽക്കണം. കാരണം തുർക്കി ഖിലാഫത്ത് ജർമ്മനിയുടെ ഭാഗത്തായിരുന്നു. അറബികൾ വന്നു, അവർ മനസ്സിലായത് ഈ ഗൂഢാലോചന. അങ്ങനെ പിന്നെ ഇവരുന്നു ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തുർക്കി ഖിലാഫത്തിനെതിരെ ഇവർ പടനയിച്ചു. ബ്രിട്ടീഷിന്റെ കമാൻഡർ ബൈത്തുൽ മഖ്ദിസിലെത്തി. അവിടെ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഫ്രഞ്ചിന്റെ സൈനിക കമാൻഡർ സലാഹുദ്ദീൻ അയ്യൂബിയുടെ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കബറിന്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു സലാഹുദ്ദീൻ. അങ്ങനെ തുർക്കി ഖിലാഫത്ത് തകർന്നു, ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നു. അപ്പൊ അറബികൾ ചോദിച്ചു, അല്ല ഞങ്ങളല്ലേ ഖലീഫാണ്, നിങ്ങളുടെ ഖലീഫ അടക്കട്ടെ, ഇനി ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയും ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രിയും, ഒരാളുടെ പേര് സായിസ്, മറ്റേയാളുടെ പേര് പീക്കോ. സായിസ് പീക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഢാലോചന നടന്നു, ഒരു കരാർ തയ്യാറാക്കി. എന്നിട്ട് പറഞ്ഞ് ഇപ്പോൾ ഖിലാഫത്ത് തകർന്നിരിക്കുന്നു, മുസ്ലിം സമൂഹത്തിലും മുസ്ലിം നാടുകൾക്കും നാഥനില്ലാതായിരിക്കുന്നു. വിഭവ സമൃദ്ധമായ ഈ രാജ്യങ്ങൾ ആർക്ക് വേണം എന്ന് നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ, സിറിയ, ലബനോൺ ഈ 5 രാജ്യങ്ങൾ ഫ്രാൻസിന് എഴുതി കൊടുത്തു. ഇറാഖ്, ഫലസ്തീൻ, ഈജിപ്ത്, ജോർദാൻ ഈ രാജ്യങ്ങൾ ബ്രിട്ടന് കീഴെഴുതി കൊടുത്തു. ലിബിയ ഇന്ത്യക്ക് കീഴെഴുതി കൊടുത്തു. അങ്ങനെ ആ ഖിലാഫത്ത് തകർന്നതിന് ശേഷം ഈ ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും കോളനിയായിട്ട് ഇത് അവശേഷിച്ചു. ഈ നാടുകളിലൊക്കെയും ജിഹാദിന്റെ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് ഈ അധിനിവേശത്തിനെതിരെ ചെറുത്തു നിൽക്കാൻ മുന്നിൽ നിന്നത് എല്ലാ രാജ്യത്തും ഇസ്ലാമിക പണ്ഡിതന്മാരായിരുന്നു. എല്ലാ രാജ്യത്തും
ശക്തികൾക്കെതിരെ ഇവർ ചെറുത്തുനിൽപ്പ് ആരംഭിച്ചു. കാരണം അവർക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഹോദരന്മാർ, അതാണ് ഇസ്ലാമിന്റെ ശക്തി. ഈജിപ്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഭരണാധികാരി. ആ ഈജിപ്തിൽ നിന്ന് കിലോമീറ്ററുകൾ ചുരുങ്ങിയത് 2000 കിലോമീറ്റർ കടൽ മാർഗം വരികയാണെങ്കിൽ ഏതാണ് അതിന്റെ പകുതിയോളം. അവിടെ നിന്നൊരു ക്രിസ്ത്യാനി, മുസ്ലിമല്ല, ഒരു ഖിബ്തി മദീനയിൽ വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുക, യാ അമീറൽ മുഅ്മിനീൻ, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു പരാതി. നിങ്ങളുടെ ഭരണാധികാരിയുടെ മകൻ എന്നെ അന്യായമായി തല്ലിയിരിക്കുന്നു. ഭരണാധികാരിയുടെ മകൻ അംർ ഇബ്നുൽ ആസിന്റെ മകനും ഈ ഖിബ്തിയും തമ്മിൽ ഓട്ട മത്സരം നടത്തി. മത്സരത്തിൽ തോറ്റതിന് ഈ ഭരണാധികാരിയുടെ മകൻ ഇദ്ദേഹത്തെ തല്ലി. ആ തല്ല് അനീതിയാണ്. ഈ അനീതിക്കെതിരെ ഇസ്ലാമിന്റെ അമീറുൽ മുഅ്മിനീനോട് പരാതി പറഞ്ഞാൽ നീതി കിട്ടുമെന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ വരുന്ന ഈജിപ്തിലുള്ള ഒരു മുസ്ലിം അല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ മനസ്സിലാക്കും. അദ്ദേഹം വന്നു മദീനയിൽ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരെ കുളിപ്പിച്ചു. നിങ്ങൾ ഒരാളുടെ പേരില്ല, ഒരൊറ്റ ആളുടെ പേര് രണ്ടുപേരെയും കുളിപ്പിച്ചു. വെളുപ്പിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഭരണാധികാരിയുടെ മകനെ നിന്നെ എങ്ങനെയാണോ അവൻ അടിച്ചത് അതുപോലെ അടിക്കുക. ലോക ചരിത്രം ആ സന്ദർഭത്തിൽ സ്തംഭിച്ചു നിന്നു. ഇത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ? ആ നാട്ടിലെ ജനങ്ങൾ ഇതിനെ കണ്ടു നിൽക്കുകയാണ്. അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഭരണാധികാരിയുടെ ഗവർണറായ അംർ ഇബ്നുൽ ആസിനെ നേരെ ചൂണ്ടിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവന്റെ ഇദ്ദേഹത്തിന്റെ മകൻ തല്ലിക്കഴിഞ്ഞ സ്ഥിതിക്ക് അയാൾക്ക് കൊടുത്തിട്ടുണ്ട് തന്നെ. കാരണം ഭരണാധികാരിയുടെ മകനാണ് എന്നതാണ് നിന്നെ തല്ലാനാണ് പ്രേരിപ്പിച്ചത്. ആ അധികാരം കൊണ്ട് ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തിയത്, അതുകൊണ്ട് കൊടുത്ത് അയാൾക്ക് രണ്ടഴി. ഈ നസ്രാനി പറഞ്ഞു, എന്നെ ചെയ്തതിന് പകരം ഞാൻ ചെയ്തു, അതിനപ്പുറം എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് നീതി കിട്ടിയിരിക്കുന്നു. ആ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസിനോട് ചോദിച്ചു, അടുത്ത സഹാബികളാണ്, മതാ ഇസ്തഅബത്തുമുൻ നാസ് വഖദ് വലദതുഹും ഉമ്മഹാതുഹും അഹ്റാ. മതാ ഇസ്തഅബത്തുമുൻ നാസ്, നിങ്ങൾ എപ്പോഴാണ് ജനങ്ങളെ അടിമയാക്കി വെക്കാൻ തുടങ്ങിയത്? വഖദ് വലദതുഹും ഉമ്മഹാതുഹും അഹ്റാ, അവരെ അവരുടെ ഉമ്മമാര് സ്വതന്ത്രരായിട്ടാണല്ലോ പ്രസവിച്ചത്. ഇതാണ് ഇസ്ലാമിന്റെ നീതി. സഹോദരന്മാരെ, ഒരു വസ്തുനിഷ്ഠമായ റിപ്പോർട്ടിൽ വായിക്കാൻ സാധിച്ചു, അമേരിക്കയിൽ ഒരു തരം വസ്ത്രം ഉണ്ടാക്കി. ആ വസ്ത്രം അണിഞ്ഞാൽ ക്യാൻസർ കുടിക്കുമെന്ന് കമ്പനി പരീക്ഷണശാലയിൽ നിന്ന് ആ വസ്ത്രത്തിൽ ഉപയോഗിച്ച പദാർത്ഥങ്ങൾ ക്യാൻസറിന് കാരണമാകുമെന്ന് കണ്ടെത്തി. മില്യൺ കണക്കിന് അടിച്ചു വെച്ച ഈ വസ്തുക്കൾ അമേരിക്കയിൽ വിൽക്കരുത് എന്ന് നിയമം വന്നു. അത് മുഴുവനും മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ. അങ്ങനെ കമ്പനിക്ക് ഒരു നയാ പൈസ നഷ്ടമില്ലാതെ മുസ്ലിം ലോകത്തേക്കും മൂന്നാം ലോക രാജ്യങ്ങളിലേക്കും കുറഞ്ഞ വിലക്ക് കയറ്റി അയക്കുകയും അത് മുഴുവൻ ആ നാടുകളിൽ പ്രചരിപ്പിക്കപ്പെടുകയും രോഗം കയറ്റി അയക്കുന്നത് പോലെ കയറ്റി അയക്കുകയും ചെയ്തു. ഒന്ന് ഇസ്ലാമിന്റെ നീതി, മറ്റേത് പൈശാചികമായ അല്ലെങ്കിൽ ഹിസ്ബുശ് ശൈത്താൻ, പിശാചിന്റെ കൂട്ടാളികളുടെ ചെയ്തികൾ. സഹോദരന്മാരെ, ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പ്രകടിപ്പിക്കുകയും ഈ കാര്യങ്ങൾക്കെതിരെ ആരെയും ഭയപ്പെടാതെ എഴുതുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന പണിയാണ് ആധുനിക ലോകത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 55,000 അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് ഈജിപ്തിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരുന്ന 55,000-ഓളം ഖതീബുമാർ ഇന്ന് ഈജിപ്തിന്റെ
പ്രസിഡന്റിന്റെ മെമ്പറിൽ കയറുക സാധ്യമല്ല. നിയമം മൂലം അവരെ തടഞ്ഞിരിക്കുന്നു. അവർ പലരും ജയിലിനുള്ളിലാണ്. സ്പെയിനിന്റെ മതത്തിന് ശേഷം അബൂൽ ബഖാ ഖുറൈശി അത് സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ച് ഒരു കവിതയിലൂടെ പറഞ്ഞത് ഞാൻ ഓർത്തുപോവുകയാണ്. അത്തൽ മസാജിദു ഖദ് സഹാറത് നവാഖീസ മാ ഫീഹിന്ന ഇല്ലാ നവാഖീസുൻ വസുൽബാനു. അത്തൽ മസാജിദ് പള്ളികൾ വരെ ഖദ് സഹാറത് കനായിസ ചർച്ചുകളാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു. മാ ഫീഹിന്ന ഇല്ലാ നവാഖീസുൻ വസുൽബാനു. പള്ളികളിൽ അടിക്കപ്പെടുന്ന മണികളും കുരിശുകളും മാത്രമായി തീർന്നിരിക്കുന്നു. ഹജ്ജൽ മഹാരീബു തുർകി വഹിയ ജാമിദത്തുൻ ഹജ്ജൽ മനാബിറു തുർകി വഹിയ ഈദാനു. കുറേ പള്ളികൾ തകർന്നിരിക്കുകയാണ്. അൽജസീറ കാണിക്കുക, പള്ളിയുടെ മുകളിൽ കൊണ്ടുപോയി ബോംബിടുക. എത്ര സെന്റിമീറ്റർ വലിപ്പമില്ലാത്ത പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല. ഇന്നലെയും ഞാൻ കണ്ടത് ഓർഡിനൻസുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ പറയുന്നത്. ഇത് കേവലം ഒരു സൈനിക അട്ടിമറിന്റെ വിഷയമല്ല. ഇത് ഇസ്ലാമിക നിലയിലുള്ള യുദ്ധമാണ്. നേരത്തെ തുടങ്ങിയ ഒരു യുദ്ധത്തിന്റെ ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, യർദൂകും അൻ ദീനികും ഇൻ ഇസ്തതാഉ വലാ യസാലൂന യുഖാതിലൂനകും. നിങ്ങൾക്കെതിരെ യുദ്ധം നയിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ യർദൂകും അൻ ദീനികും, നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നത് വരെ ഇൻ ഇസ്തതാഉ, അവർക്ക് സാധിക്കുകയില്ല. ഇൻഷാ അല്ലാഹ്. എന്തുകൊണ്ട് സാധിക്കുകയില്ല? ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് പിന്നീടുള്ള ഖുത്ബകൾ വിശദീകരിക്കും. സഹോദരന്മാരെ, ഞാൻ ഇതിങ്ങനെ പറയുന്നതിന് വേറെ കുറെ ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തത്, ഒന്ന്, ഈ പള്ളിയിൽ നിന്ന് ഖുത്ബ കേൾക്കുന്നവർ അധികവും ചെറുപ്പക്കാരാണ്. ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായി. അതിന്റെയൊക്കെ പിന്നിലുള്ള അജണ്ടകൾ തിരിച്ചറിയുകയും നിങ്ങളുടെ ജീവിതം നല്ല മാതൃകാ യോഗ്യമായ ഇസ്ലാമിക ജീവിതമാക്കി മാറ്റുകയും വേണം. ഇസ്ലാം എന്താണ് എന്നവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കണം. ആളുകളിൽ പറഞ്ഞു കൂടുന്ന, തെറ്റിദ്ധരിക്കുന്ന ഇന്നത്തെ പത്രത്തിൽ അൽഹംദുലില്ലാഹ്, ഇന്നത്തെ പത്രത്തിൽ ഒരു ലേഖനമുണ്ട്. മുസ്ലിമീങ്ങളെ പാശ്ചാത്യർ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് എന്ന് ഒരു ലേഖനം. ആ ലേഖനത്തിന്റെ ആളുകൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഖുത്ബയിൽ മിമ്പറുകൾ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ വിചാരിക്കും ഇദ്ദേഹത്തിന് ഇത് മാത്രമേ പറയാനുള്ളൂ എന്ന് വിചാരിക്കും. ഏതായാലും ആ പത്രത്തെ ലേഖനം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് പാശ്ചാത്യർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരു അറബിയിലെ ഒരു മുസ്ലിമിന് ഏത് അപഹാസ്യമായ രൂപത്തിലാണ് പാശ്ചാത്യർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ അത് ചില ഉദാഹരണങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണുവാനും സാധിക്കും. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിനാണ് ഭാവി എന്ന് നമ്മൾ ഓർമ്മിക്കണം. വലഖദ് സബഖത് കലിമത്തുനാ ലിഇബാദിനൽ മുഅ്മിനീൻ ഇന്നഹും ഹുവൽ മൻസൂർ വഇന്ന ജുന്ദനാ ഹുമുൽ ഗാലിബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർത്ഥസങ്കല്പമില്ലാത്ത വിധം അചഞ്ചലമായ ഈമാനുള്ളവർക്ക് മാത്രം ഇങ്ങനെയുള്ള ഇരുണ്ട ലോകത്തിലും മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും പാകത്തിൽ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. വഇന്ന ജുന്ദനാ ഹുമുൽ ഗാലിബൂൻ. അവർ തന്നെയാണ് വിശ്വസിക്കുക. അവർ തന്നെയാണ് നമ്മുടെ സൈന്യമാണ് യഥാർത്ഥത്തിൽ വിജയിക്കുക. അങ്ങനെ വിജയിക്കുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥ ഇസ്ലാമിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി നമ്മൾ മാറുമ്പോഴാണ്. നമ്മുടെ ജീവിതം അതിനനുസരിച്ച് മാറ്റിയെടുക്കണം. ഇവരുടെ ഗൂഢാലോചനകളിൽ പെട്ടുകൊണ്ട്, ഈ വേലകളിൽ പെട്ടുകൊണ്ട് പിഴച്ചു പോകാൻ പാടില്ല. പിഴച്ചു പോകാൻ അധികവും നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്വഭാവത്തിലും അതുപോലെ തന്നെ ധാർമ്മികതയിലും. ധാർമ്മികമായി അടപ്പതിച്ച ഒരു സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഈമാനികമായ അഖ്ലാഖുള്ള സദാചാര ബോധമുള്ള ധാർമ്മികതയുള്ള ഒരു തലമുറയായി
لله رب العالمين وأشهد أن لا إله إلا الله ولي الصالحين والصلاة والسلام على سيد المرسلين نبينا محمد وعلى آله وصحبه أجمعين. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകത്തിന്റെ പല ഭാഗത്തും ഇസ്ലാമിന് വേണ്ടി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ കടന്ന് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് നല്ല സത്യവിശ്വാസികളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ആശ്വാസം നൽകുമാറാകട്ടെ. ഈ ദീനിന്റെ മാർഗത്തിൽ ജീവിതം ഒഴിഞ്ഞു വെച്ച് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് അള്ളാഹു ശക്തി നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സ്വഭാവത്തെയും യഥാർത്ഥ ഇസ്ലാമിന്റെ മൂശയിൽ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് വേണ്ടി ജീവിക്കാൻ, ഇസ്ലാമിക മാർഗത്തിൽ ജീവിക്കാൻ, മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم برحمتك يا أرحم الراحمين. صلى الله عليه وسلم.